ലഹരി ഉപയോഗം തടയാൻ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലും ബോട്ട് ലാൻഡിംഗ് ഏരിയകളിലും പോലീസിന്റെ വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. പെരുമാതുറ സ്വദേശി അസറുദ്ദീനിൽ നിന്ന് ലഹരിമരുന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ച ഓപ്പറേഷൻ ഡി ഹണ്ട് റെയ്ഡിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. ഡാൻ കുര്യൻ ആണ് ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, വലിയ തോതിൽ ലഹരി പിടിമുറുക്കുന്ന സാഹചര്യമുണ്ട്. സമൂഹം ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം. പല പ്രദേശങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളടക്കം ഉയരുന്ന സാഹചര്യമുണ്ട്. ലഹരിയുമായി കണ്ടെത്തിയാൽ അടി വാങ്ങേണ്ടി വരും എന്ന തരത്തിൽ. അപ്പോൾ സഹികെടുകയാണ് ജനങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് നിലയിലാണ് ഇപ്പോൾ ഭരണകൂടം പ്രവർത്തിക്കുന്നത്? പക്ഷേ തുടർച്ചയായി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിരുന്ന അക്രമ സംഭവങ്ങളിൽ ലഹരി കേസുകളിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ഏറിയതോടെയാണ് ഇതിനെതിരായ നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രം കടലംകുളത്ത് ഉൾപ്പെടെ ലഹരിയുടെ ആസക്തിയിലാണ് ഒരു യുവതിയെ അതിക്രൂരമായി ജോൺസൺ ഔസേപ്പ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു അന്ന് പുറത്തു വന്ന സൂചനകൾ. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ നാർക്കോട്ടിക്സ് ഡിവൈഎസ്പി നേതൃത്വം നൽകിയ സംഘം ഇന്നലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തിയത്. കടലംകുളം, ആറ്റിങ്ങൽ, വർക്കല, അഞ്ചുതെങ്ങ് തുടങ്ങിയ മേഖലകളിലായിരുന്നു പ്രധാനമായും പരിശോധന. ഈ പരിശോധനകളിൽ വ്യാപകമായി ലഹരിയുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മിന്നൽ പരിശോധനയായി വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ആ പരിശോധനയ്ക്കിടയിലാണ് നേരത്തെയും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള അസറുദ്ദീൻ എന്ന 26-കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പെരുമാതുറ സ്വദേശിയാണ് ഇയാൾ. ഈ പരിശോധന വ്യാപകമായി തന്നെ തുടരാനാണ് പോലീസിന്റെ നീക്കം. അതോടൊപ്പം ആൾത്തിരക്കേറിയ സ്ഥലങ്ങളിൽ സംശയാസ്പദമായി കാണുന്ന ആളുകളെ കൃത്യമായി നിരീക്ഷിച്ച് ഈ ലഹരിയുടെ സാന്നിധ്യം അവരുടെ കൈവശമുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകളും പോലീസ് സജീവമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യെസ്, ഡാൻ കുര്യൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണുള്ളത്. പല അക്രമ സംഭവങ്ങളും ലഹരി ഉപയോഗത്തെ തുടർന്ന് എന്ന് അറിയുന്ന സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിലും ഇത്തരത്തിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാകുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസ് കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത്.